പൂരാവേശത്തിലാണ് പൂർണ്ണമായും തൃശൂർ. ഘടകപൂരങ്ങളുടെ വരവ് രാവിലെ മുതൽ ആരംഭിച്ചു. 11:30 മണിക്കാണ് മഠത്തിൽ വരവ് പഞ്ചവാദ്യം നടക്കുക. ഉച്ചയ്ക്ക് 2:30-ക്ക് ഇലഞ്ഞിത്തറ മേളം കൊട്ടിക്കയറും. വൈകിട്ട് 5 മണിക്ക് കുടമാറ്റം. ഇത്തവണ കുടമാറ്റത്തിൻ്റെ സമയം പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. 15 മിനിറ്റ് മാത്രമാകും കുടമാറ്റം ഉണ്ടാവുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. മേളം, മേളക്കാരുടെ എണ്ണം, ആനകളുടെ എണ്ണം എന്നിവയിൽ മാറ്റമില്ല. അത് പഴയ പ്രൗഢിയിൽ തന്നെ തുടരും എന്ന് വേണം മനസ്സിലാക്കാൻ. കുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിൽ 27-ന് പുലർച്ചെയുള്ള പ്രധാന വെടിക്കെട്ട് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ പ്രതിനിധികൾ CV അനുമോദും ശ്രീജിത്തും പൂരനഗരിയിലുണ്ട്. നമുക്ക് മനോഹരമായ ദൃശ്യങ്ങൾ, പൂരനഗരിയുടെ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്കാണ്. ആദ്യം അനുമോദിലേക്കും ശ്രീജിത്തിലേക്കും പോകണം. അനുമോദ്, ശ്രീജിത്ത്, വലിയ ആവേശം പൂരത്തിന്. നമുക്കറിയാം, പൂരപ്രേമികളുടെ ഒരു വലിയ വരവ് അങ്ങോട്ടേക്കുണ്ട്. ദുരന്ത പശ്ചാത്തലമൊക്കെ ഉണ്ട് എങ്കിൽ പോലും പൂരം പരമാവധി ആസ്വദിക്കുക എന്ന നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ. എന്താണ് അവിടുത്തെ പൂരക്കാഴ്ചകൾ? രഞ്ജിത്ത്, നമുക്ക് ആദ്യം കുണ്ടത്തിക്കോട് ആ അപകടത്തിൽ ജീവൻ നഷ്ടമായവർക്കും ഒപ്പമുള്ളവർ അവരുടെ കുടുംബങ്ങൾക്കൊക്കെ ഒരു ആദരം അർപ്പിച്ച് തന്നെ തുടങ്ങണം ഈ ഒരു പൂരം. അങ്ങനെ തന്നെ നമുക്ക് തുടങ്ങാനാകുള്ളൂ. കാരണം അവരെ ഓർക്കാതെ നമുക്കിവിടെ ഈ ഒരു നിമിഷത്തിലേക്ക് കടക്കാനാകില്ല. പക്ഷേ ഇതൊരു അതിജീവനമാണ്. കാരണം എല്ലാം കാലത്തിൻ്റെ അനുസരിച്ച് മാറേണ്ടതാണ്. അല്ലെങ്കിൽ ദുരന്തങ്ങൾ ഉണ്ടാകും, പക്ഷെ അതിനെ മറികടന്ന് അതിജീവിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. അതിൻ്റെ ഒരു യഥാർത്ഥ സന്ദേശം കൂടിയാണ് ഈ ഒരു പൂരം നൽകുന്നത്. ഇത് വിവേകപരമായി എടുത്തൊരു തീരുമാനമാണെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അത് ആ തരത്തിൽ തന്നെ വേണം കാണുവാൻ. കാരണം വൈകാരികമായിട്ടല്ല, വിവേകപരമായിട്ടാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഓർമ്മയിൽ തന്നെ നമുക്ക് ഈ ഒരു പൂരം, അത് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു പൂരം, തൃശ്ശൂർ പൂരത്തിൻ്റെ വർണ്ണാഭമായിട്ടുള്ള ചടങ്ങുകളെല്ലാം, അനുഷ്ഠാന പ്രകാരണ ചടങ്ങുകളെല്ലാം ഉൾക്കൊള്ളിച്ചുള്ള ഒരു മനോഹരമായൊരു പൂര ദിവസമാകട്ടെ ഇന്ന് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ശ്രീജിത്ത്, നമ്മൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണത്തേക്ക് സാഹചര്യങ്ങൾ വരുമ്പോൾ എനിക്ക് ആദ്യം തോന്നുന്നത് തന്നെ കണിമംഗലം ശാസ്താവിനെ കണ്ട് ഈ ഒരു പൂരം തുടങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതാണ്, അല്ലേ? തീർച്ചയായും കണിമംഗലം ശാസ്താവ് തെക്കേ ഗോപുര നട തള്ളി തുറന്ന് തന്നെ ക്ഷേത്ര ഈ മതിൽക്കെട്ടിനുള്ളിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായ കാഴ്ച. കണിമംഗലം ശാസ്താവിന്റെ ആ വരവ് കാത്ത് ആ കാഴ്ച കാണാനായി നിരവധി ആളുകൾ ഈ പൂരപ്പറമ്പിൽ തടിച്ചുകൂടിയ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതാണ്ട് 7 ആനകളുടെ അകമ്പടിയോടുകൂടിയാണ് കണിമംഗലം ശാസ്താവ് എത്തുന്നത്. ഇനി എന്തായാലും ഉള്ള മണിക്കൂറുകൾ, ഏതാണ്ട് 2-3 മണിക്കൂറുകൾ ഘടകപൂരങ്ങളുടെ വരവാണ്. അതിൽ പല ഘടകപൂരങ്ങളുടെ ഭാഗമായും പല കരിവീരന്മാരും എത്തുമ്പോൾ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ വരവ് ഈ പൂരത്തിനുമുണ്ട് എന്നുള്ളതാണ് സവിശേഷത. നമ്മൾ നേരത്തെ ദുരന്തത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴും പൂരം പല നിലയിലാണ് ആളുകൾ ആസ്വദിക്കുന്നത്. മേളവും ഒപ്പം തന്നെ കരിവീരന്മാരെ ഒക്കെ കാണാൻ വേണ്ടിയുള്ള വലിയ വരവുണ്ട്. അവിടെയാണ് ഇത്തവണ തൃക്കടവൂർ ശിവരാജുവിന്റെ വരവ് എന്നുള്ളതാണ്. അത് ഏതാണ്ട് 2010-ന് ശേഷം ഇതാദ്യമായി തൃക്കടവൂർ ശിവരാജു എത്തുന്നു. അന്ന് ഒരു ഈ പറമേക്കാവിന്റെ ഒരു ഭാഗമായി നിന്നുമായിട്ട് മാത്രം വന്നെങ്കിൽ ഇത്തവണ തിടമ്പേറ്റാൻ 16 വർഷത്തിന് ശേഷം അവൻ വരുന്നു. അത്രത്തോളം ആവേശകരം നിറഞ്ഞതാണ് ആനപ്രേമികളെ സംബന്ധിച്ച്. കാരണം തൃക്കടവൂർ ശിവരാജു, നമ്മൾ ഈ പറയുന്ന പല ആനകളെയും കേരളത്തിൽ വളരെ, നമ്മൾ ഈ തെച്ചിക്കോട്ടുകാവിന്റെ അല്ലെങ്കിൽ തിരുവമ്പാടി ചന്ദ്രശേഖരന്റെ ഒക്കെ കാര്യം പറയുമ്പോഴും കേരളത്തിൽ നിന്ന് ഉള്ള നമ്മൾ നാട്ടാനകൾ എന്ന് പറയുമ്പോഴും ഈ നാട്ടിലെ തന്നെ കോന്നിയുടെ പുത്രനായിട്ട്, അതായത് ശബരിമലക്കാടിന്റെ അട്ടത്തോട്ടിൽ നിന്ന് കിട്ടിയ ആന, അങ്ങനെ ഒരു ആന, അതും ലക്ഷണമൊത്ത ആന, ഏറ്റവും ഉയരമേറിയ ആന എന്നൊക്കെയാണ് കണക്ക്. അത് ഇനി തർക്കമുണ്ടാവും ചിലപ്പോൾ, തെച്ചിക്കോട്ടവും ഫാൻസും ഇതൊക്കെ തർക്കമുണ്ടെങ്കിൽ പോലും. അതായത് നിലത്ത് തുമ്പിക്കൈ ഇഴഞ്ഞു കിടക്കുന്ന സാഹചര്യം, ഉയർന്ന കുംഭി, അങ്ങനെ എല്ലാ ലക്ഷണ സൗന്ദര്യങ്ങളും ഉള്ള തൃക്കടവൂർ ശിവരാജുവിന്റെ വരവാണ് ഇത്തവണത്തെ ഒരു പ്രധാന സസ്പെൻസ്. ഈ ഗുരുവായൂർ നന്ദൻ ഇത്തവണ ഇല്ല, അതിന് പകരമാണ് ഈ തൃക്കടവൂർ ശിവരാജുവിന്റെ വരവ്. അനുമോദ് പാറമേക്കാവിന്റെ ഒരു ഇത്. ഇനിയിപ്പോ ഘടകപൂരങ്ങളുടെ വരവാണ്, അല്ലേ? നമുക്ക് അതിൽ നിന്ന് തുടങ്ങി. കണിമംഗലം ശാസ്താവ് ബൃഹസ്പതി
സങ്കല്പത്തിലാണ്. ദേവഗുരുവാണ് അദ്ദേഹം, ആദ്യം തന്നെ എത്തും. മാത്രമല്ല ഗുരുവൊക്കെ അതുകൊണ്ട് പ്രായമുണ്ട്, ചെറുപ്പക്കാരനല്ല. അതുകൊണ്ട് മഞ്ഞും വെയിലും ഒന്നും ഏൽക്കാതെ വടക്കുന്നാഥനിലെത്തി വടക്കുന്നാഥനെ വണങ്ങാതെ തിരിച്ചു പോകുന്ന ഏക ഘടകപൂരവും 9 ആന. അതെ, ഇതുവഴി കയറി പടിഞ്ഞാറേ നട വഴി ഇറങ്ങുകയാണ് ചെയ്യുന്നത്. പ്രദക്ഷിണം ചെയ്യുന്നില്ല എന്നുള്ളതാണ് കണിമംഗലം ശാസ്താവിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. മറ്റ് ഘടകപൂരങ്ങൾ ഇതിനോടകം തന്നെ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇനി 2 ശാസ്താ ക്ഷേത്രങ്ങളും 6 ഭഗവതി ക്ഷേത്രങ്ങളുമാണ് ഈ ഒരു പൂരത്തിന്റെ ഭാഗമാവുന്നത്. ഈ 4 ഭഗവതി ക്ഷേത്രങ്ങളിൽ തന്നെ വടക്കുന്നാഥന്റെ 4 അതിർത്തി കാക്കുന്ന ദേവതമാരെന്ന സങ്കല്പമുണ്ട്. ശാസ്താ ക്ഷേത്രങ്ങളിൽ ഒന്ന് ഗുരുവിന്റെ സ്ഥാനത്തുള്ളതും മറ്റേ പനീക്കംപള്ളി ശാസ്താവ് സ്വാമിയാർ മഠത്തിൽ സ്വാമിയാർ പണ്ട് ആരാധിച്ചിരുന്ന പ്രതിഷ്ഠയാണ്. അത് അദ്ദേഹം മടങ്ങിയപ്പോൾ ാണ് സങ്കല്പം. എന്നാണെങ്കിലും ഈ ചെമ്പൂക്കാവിന്റെ ഒരു എഴുന്നള്ളത്ത് നിന്ന് വളരെ പ്രധാനപ്പെട്ടാണ്. വെയിൽ മൂത്താൽ അതായത് കുട്ടിയെ ഒരു സങ്കല്പമാണ്. ഇതൊക്കെ സഹോദരി ദേവന്മാരും ഭഗവതിയുടെ സഹോദരിമാരാണ് സങ്കല്പം. അപ്പൊ ചെമ്പൂക്കാവിലേക്ക് വരുമ്പോൾ ഇത്തവണത്തെ മറ്റൊരു പ്രത്യേകത, അവിടെയും തെച്ചിക്കോട്ടൂർ രാമചന്ദ്രന്റെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ്. തെച്ചിക്കോട്ടുകാവാണ് ചെമ്പൂക്കാവിന്റെ ഇടംപേറ്റി എത്തുന്നത്. ശ്രീത്തിനും അറിയാം, നമ്മളെ തെക്കേ നട തുറന്ന് പൂരവിളംബരം രാമൻ നടത്തുമ്പോൾ ഇവിടെ ഒരു കുടമാറ്റത്തിന് കാണാനുള്ള ആളുകളെക്കാൾ വലിയ ജനസാഗരമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ എറണാകുളം ശിവകുമാറാണ് നടന്നത്. പക്ഷേ തെച്ചിക്കോട്ടാവിനെ കാണാനുള്ള ഏക അവസരം പൂരത്തിന്റെ ഈ ഒരു ഘടകം ഈ കഴിഞ്ഞ തവണ എനിക്ക് ഓർമ്മയുണ്ട് അനുമോദെ. ഈ തെച്ചിക്കോട്ടാവ് കഴിഞ്ഞ തവണ എനിക്കൊന്ന് കുറച്ചു കാലത്ത് ശേഷമായിരുന്നു തോന്നുന്നു കഴിഞ്ഞ തവണ വന്നതാണ് ഓർമ്മ. എന്തായാലും വലിയ ആവേശം. ഇവിടെ ഈ വളരെ ചെറിയ കുട്ടികൾ പോലും രാമേട്ടൻ വരുന്നു എന്നൊക്കെയുള്ള നിലയിൽ വരുന്നു. ഇവിടെ അതാ ഒരുപറ്റം ആളുകളുണ്ട് കേട്ടോ. നമുക്ക് അവരോടൊക്കെ സംസാരിക്കുക കൂടി ചെയ്യും. പൂരം എങ്ങനെ, എന്താണ്, എവിടുന്നാണ് നിങ്ങളൊക്കെ? ഞങ്ങള് തൃശ്ശൂരാണ്. ഇത് മലപ്പുറം, കൊല്ലം. എല്ലാ വർഷവും വരാറുണ്ടോ അതോ? എന്റെ ഫസ്റ്റ് പൂരമാണ്. ഇവരെല്ലാം തൃശ്ശൂരുകാര് പറഞ്ഞു കേട്ടറിഞ്ഞു വന്നതാണ്. എന്തൊക്കെയാ നിങ്ങൾ പറഞ്ഞു കേട്ടതിൽ ഏറ്റവും കാണാൻ ആഗ്രഹമായിട്ട് തോന്നുന്നത്? ഡെഫിനറ്റ്ലി ക്രൗഡ് തന്നെയാണ്. തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ ക്രൗഡ് തന്നെയാണല്ലോ. അതെ, ഈ വർഷം പക്ഷേ കുറച്ച് നെഗറ്റീവായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ അൺഫോർച്ചുനേറ്റ്ലി സംഭവിച്ചതുകൊണ്ട് നമ്മളത് എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ വൈകുന്നേരം ആവുമ്പം ഒരു വലിയൊരു ക്രൗഡിനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. കഴിഞ്ഞ വർഷമൊക്കെ പൂരം ടി വിയിൽ കാണുമ്പോൾ ഏതായിരുന്നു ഏറ്റവും അധികം ആസ്വദിച്ചിരുന്നത്? ഇലഞ്ഞിത്തറമേളാണോ കുടമാറ്റം? കുടമാറ്റം ഡെഫിനറ്റ്ലി കുടമാറ്റമാണല്ലോ. കാരണം ആ വർണ്ണാഭമായിട്ടുള്ള കുടമാറ്റം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ അവിടെ നിന്ന് എൻജോയ് ചെയ്യുന്നതാണ്. അപ്പം വർഷങ്ങളായിട്ട് നമ്മൾ ടി വിയിൽ കണ്ടൊരു കാഴ്ച ഇന്ന് നേരിട്ട് കാണാൻ പോകുന്നൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. കുറച്ച് സമയം മാത്രമേ ഉള്ളൂ എന്ന് അറിയാം. പക്ഷെ അത് നിരാശയാണെങ്കിലും എന്നെ സംബന്ധിച്ച് ആദ്യമായിട്ട് നേരിട്ട് കാണുന്നതുകൊണ്ട് നിരാശയല്ല, സന്തോഷം തന്നെയായിരിക്കും. ഞങ്ങൾ എല്ലാ വർഷം വരും. പിന്നെ ദുബായില് പൂരം നടത്തുന്നുണ്ട്, അറിയാലോ, ആ ഗ്രൂപ്പിലുള്ളതാണ്. ഞങ്ങൾക്ക് പിന്നെ ഇലഞ്ഞിത്തറ മേളത്തിനായിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പൊ 11 മണി വൈകുന്നേരം തന്നെ കയറും. പിന്നെ ഇപ്പോഴേ ഓണാണ്. മഠത്തിൽ വരവ് കണ്ടിട്ടേ കയറുള്ളൂ. അവിടെ പഞ്ചാബിൽ തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ അവിടെ ഇതേ ഫുൾ ടീമിനെ തന്നെയാണ് നമ്മൾ കൊണ്ടുപോകാറ്. അനിയന്മാരാണെങ്കിലും അവരെല്ലാവരെയും നമ്മൾ കൊണ്ടുപോയി അവിടെ പൂരം നടത്തുന്നത്. എല്ലാ വർഷവും നടത്തുന്നുണ്ട്. ഒരു കഴിഞ്ഞത് 6 വർഷമായിട്ട് നടത്തുന്നുണ്ട്. ഏറ്റവും സക്സസ് ആയിരുന്നു ലാസ്റ്റ് 6 ഇയർ. ആനകളെ റോബോട്ടിക്കാരെയാണ്. വെടിക്കെട്ട് മാത്രമില്ല, അല്ല അത് ചെയ്യാറുണ്ട്. സാധ്യതകളുണ്ട്. ചില സ്ഥലത്ത് പെർമിഷൻ ഇല്ല. അപ്പൊ അത് ഈ വർഷം നോക്കുന്നുണ്ട്. ഈ സത്യത്തില് നിങ്ങളൊക്കെ പൂരത്തിന്റെ എല്ലാം അറിയുന്നവരായതുകൊണ്ട് തന്നെ ഈ പൂരം എന്ന് വെച്ചാൽ തൃശ്ശൂരുകാരെ സംബന്ധിച്ച് ഒരു വർഷം തുടങ്ങുന്ന ദിവസമാണ്. നമ്മളൊക്കെ വർഷങ്ങളായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, പക്ഷെ നിങ്ങൾ പൂരത്തിൽ ജീവിക്കുന്നവരാണല്ലോ. ഏതാണ് ഈ ഇലഞ്ഞിത്തറ മേളമാണോ അതോ ആനകളുടെ ഒരു പൂരമാണോ വെടിക്കെട്ടാണോ കുടമാറ്റമാണോ? ശരിക്കും ഏതാണ് നിങ്ങളെ കുട്ടിക്കാലം മുതൽ ആകർഷിച്ചിട്ടുള്ളത്? അത് പുള്ളി പറഞ്ഞ പോലെ കുടമാറ്റവും, അത് കുടമാറ്റത്തിലാണല്ലോ നമ്മൾ എൻഡ് ചെയ്യുന്നത്. അതും പ്ലസ് വെടിക്കെട്ടാണ് ഒരു ഈ വർഷം ഈ പറഞ്ഞ പോലെ വെടിക്കെട്ട്. ഇപ്പം തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് ഒരു വ്യത്യാസം തന്നെയല്ലേ. അതുപോലെ തന്നെ ഇലഞ്ഞിത്തറ മേളം, ഈ ഇതൊന്നും നമുക്ക് വേറെ എവിടെയും കിട്ടില്ല. വേറെ എവിടെ പോയാലും, വേറെ ഏത് പൂരത്തിന് പോയാലും ഇതെല്ലാം കൂടെ നമുക്ക് കിട്ടില്ല. ഒരു ദിവസം രാവിലെ നമ്മൾ തുടങ്ങി വൈകുന്നേരം എൻഡ് ചെയ്യുന്നവരെ ഫുൾ ഓണാണ്. രാത്രി മുഴുവൻ ഇതേപോലെ റിപ്പീറ്റ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.